ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ ഒരുപക്ഷെ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകണം. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളുമായി MLA-മാരും ഒക്കെ നമ്മൾ അതിൻ്റെ കൂടിയാലോചന നടത്തുകയുണ്ട്. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട്. അത് ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകൻ, ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ KMCCയുടെ പ്രസിഡന്റ് കൂടിയാണ് DK ഹാരിസ് ബീരാൻ. അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് UDF സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നേതാക്കൾ എല്ലാവരുടെയും കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള തീരുമാനമാണ്. You have already announced the decision. You want to say? Okay. അഖിലേന്ത്യാ പ്രസിഡന്റ് നേരത്തെ ഈ തീരുമാനം എടുക്കാൻ അദ്ദേഹവും ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് തങ്ങളെ ചുമതലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. I come to know that there are number of aspirants for this post, not one or two. Many are aspiring. They are also deserving and they are capable also. But among the all, our Dangal ji has chosen Haris Biran because he is situated in Delhi first. He is a Supreme Court lawyer. രാജ്യസഭയിലേക്ക് എന്നുള്ളതാണ് തീരുമാനം. നേരത്തെ ഹാരിസ് ബീരാൻ്റെ പേര് തന്നെയാണ് കേട്ടിരുന്നത്. അതിനിടയിൽ യൂത്ത് ലീഗിന് ചില അമർഷമുണ്ട് എന്നതടക്കമുള്ള ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ആ അമർഷത്തെ മറികടന്ന് ഹാരിസ് ബീരാൻ സീറ്റ് നൽകാനാണ് തീരുമാനം. KMCC ഡൽഹി ഘടകം ഭാരവാഹി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ രാജ്യസഭയിലേക്ക് എത്തും എന്നുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി, PM A സലാം അടക്കമുള്ളവർ നേരത്തെ ഈ വിഷയത്തിൽ ഉള്ള നിലപാട് ലീഗിനെ അറിഞ്ഞിരുന്നു. എന്തായാലും ഹാരിസ് ബീരാൻ തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ വിവിധ കേസുകൾ സുപ്രീം കോടതിയിൽ ഏകോപിപ്പിച്ച് നടത്തുന്നത് ഹാരിസ് ബീരാനാണ്. അങ്ങനെ മാധ്യമങ്ങളിലും വാർത്തകളിലും ഒക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. പാർട്ടിയുമായുള്ള ബന്ധം ശക്തമാക്കിയത് ആ രീതിയിൽ കോടതിയിൽ കേസുകൾ ഏകോപിപ്പിക്കാൻ ബന്ധപ്പെട്ടൊക്കെയാണ്. മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ബീരാൻ്റെ മകനായ ഹാരിസ് കുറച്ച് നാളായി KMCC ഡൽഹി ഘടകം അധ്യക്ഷൻ്റെ പദവി അവിടെ വഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി രാജ്യസഭയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. യൂത്ത് ലീഗിൻ്റെ അമർഷം അല്ലെങ്കിൽ ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ, ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച കുറേയധികം നേതാക്കളുണ്ട്, അവർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള ആവശ്യം ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു എന്ന വാർത്തകളുണ്ടായിരുന്നു. എന്തായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ രാജ്യസഭയിലേക്ക് എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയാണ്. ഈ വിഷയത്തിൽ അതൃപ്തിയുള്ളോ എന്ന വിഷയത്തിൽ ചോദ്യങ്ങളുണ്ടോ എന്നറിയില്ല. എന്തായാലും കുഞ്ഞാലിക്കുട്ടിയിലേക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ച് പാർട്ടിയോട് എപ്പോഴും കൂറും ബഹുമാനവും പുലർത്തുന്ന ഒരു ലീഡിംഗ് അഡ്വക്കേറ്റ് കൂടിയാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൽ ക്യാപ്പബിളായിട്ടുള്ള ഒരുപാട് യുവാക്കളുണ്ട്. സംഘടനാ രംഗത്ത്, അതുപോലെ തന്നെ പ്രഭാഷണ മേഖലയിൽ അവരൊക്കെ പാർട്ടി വളരെയേറെ അഭിമാനത്തോടെ കാണുന്നവരാണ്. അവരെല്ലാം പാർട്ടി തുടർന്നും പരിഗണിക്കും. അവർ തന്നെ ആയിരിക്കും ഇനിയുള്ള കാലത്ത് പാർട്ടിയുടെ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കേണ്ടത്, പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്തുണ്ടാകേണ്ടതൊക്കെ അവർ തന്നെയായിരിക്കും. യുവാക്കൾക്ക് വമ്പിച്ച പ്രാധാന്യം കൊടുക്കും ഭാവിയിൽ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, ലീഗിന് രണ്ട് സീറ്റ് ഉണ്ടാവും. അത് സംബന്ധിച്ചൊക്കെയുള്ള ക്ലാരിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതാണല്ലോ. ആ ഡിസ്കഷൻ നമുക്ക് ഇപ്പോൾ വേണ്ടത്ര സമയമുണ്ട്. ലീഗിന് 2 സീറ്റ് ഉണ്ടാവും. അതിൻ്റെ ഡേറ്റ് കാര്യമൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. PM A സലാമിന്റെ പേരടക്കം അവസാന ചർച്ചകളിലേക്ക് വന്നിരുന്നതാണ്. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന്റെ പേരും ഇടയ്ക്കൊരു ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ നേരത്തെ തന്നെ തങ്ങൾ പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിലൊരു പുതുമുഖമാകും ലീഗിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ തന്നെ. ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ അവിടെ നിറഞ്ഞു നിന്ന അവിടുത്തെ KMCCയുടെ ഭാരവാഹി, അവിടുത്തെ പാർട്ടിയുടെ ഭാരവാഹിയൊക്കെയായ ഹാരിസ് ബീരാൻ
രാജ്യസഭാ സ്ഥാനാർത്ഥി.